വെൽക്കം ടു ലീനൂസ് കിച്ചൻ. അപ്പോൾ അതാ ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിൾ ഉണ്ണിയപ്പമാണ്. പിന്നെ ഇത് ആട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ 4 പഴുത്ത പഴം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക, നല്ല പേസ്റ്റ് ആയിട്ട് എടുക്കണം. എന്നിട്ട് അത് മാറ്റി വെക്കാം. പിന്നെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് ആട്ട എടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച പഴത്തിൻ്റെ പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1/4 കിലോ ശർക്കരയാണ്. അത് ഞാനൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. അതായത് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുത്തതാണ്. എന്നിട്ട് അതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തതാണ്. കാരണം മണ്ണോ കല്ലോ ഒന്നും വരാതിരിക്കാനാണ്. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഇതിലേക്ക് പകുതി ശർക്കര ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ആദ്യം കുറച്ച് ശർക്കര ഒഴിക്കാവൂ, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഒഴിക്കാവൂ ബാക്കി. അപ്പോൾ ഞാൻ ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഞാൻ മൊത്തം എടുത്തു കേട്ടോ, ഉരുക്കി വെച്ചിരുന്ന ശർക്കര മുഴുവനും എടുത്തു. എന്നിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇച്ചിരി തിക്കാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആ ശർക്കര ഒഴിച്ചിരുന്ന പാത്രത്തിലേക്ക് തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ലൂസ് ആവാനുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. കാരണം മധുരമല്ലേ, അപ്പോൾ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ വെള്ളം നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. നമുക്കിത് ഒഴിക്കാൻ പാകത്തിനുള്ള ആ കൺസിസ്റ്റൻസി വേണം. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതാണ് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കറുത്ത എള്ള് നിങ്ങൾ എപ്പോഴും എടുക്കുമ്പോൾ കഴുകി ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ട് വേണം എടുക്കാൻ. അപ്പോൾ അങ്ങനെ ഞാൻ 1 ടീസ്പൂൺ കഴുകിയിട്ട് അതിൽ വെള്ളമെല്ലാം കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ടിട്ട് നിങ്ങൾക്ക് കൂടുതൽ എള്ള് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ നെയ്യാണ്. നെയ്യും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തേങ്ങാക്കൊത്തൊക്കെ വറുത്ത് ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് സിമ്പിളായിട്ടാണ് ഉണ്ടാക്കി എടുത്തേക്കുന്നത്. അപ്പോൾ നെയ്യും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്കൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത്രേ ഉള്ളൂ കേട്ടോ, കൂടുതൽ റെസ്റ്റ് ചെയ്യൊന്നും വേണ്ട. ജസ്റ്റ് 1/2 മണിക്കൂർ മാത്രം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് 1/2 മണിക്കൂറിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ വറുത്തെടുക്കാനായിട്ട് ഞാനിവിടെ ഉണ്ണിയപ്പത്തിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ പാത്രം നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഒത്തൻറ്റിക് ട്രഡീഷണൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കണം. അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇല്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്താലും മതി. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ വെളിച്ചെണ്ണയിലാണ് വറുക്കാൻ പോകുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടാവണം. എന്നിട്ട് മാവ് ഇതിലേക്ക് ഒഴിക്കാവും. അപ്പോൾ അങ്ങനെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. അപ്പോൾ ആദ്യം തീ കുറച്ച് വെച്ചിട്ട് വേണമെങ്കിൽ പിന്നീട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്താൽ മതി. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, പിന്നെ അകം വേവത്തുമില്ല. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സൈഡ് ഒന്ന് ബ്രൗൺ ആവുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അടുത്ത സൈഡും കൂടെ ഒന്ന് ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അപ്പോൾ എക്സസ് ഓയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളും. അപ്പോൾ ഈ ഉണ്ണിയപ്പം എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആവും കേട്ടോ. അടിപൊളി ടേസ്റ്റും ആ കറക്റ്റ് മധുരവും ആവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ, ഒത്തിരി സമയവും എടുക്കത്തില്ല. പിന്നെ ആട്ട വെച്ചിട്ടായതുകൊണ്ട് ഈസിയുമാണ് ഉണ്ടാക്കാൻ, വലിയ പണിയില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ല്. അപ്പോൾ വീണ്ടും വേറെ ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ലീനൂസ് കിച്ചൻ.